ബഹുമാന്യ പ്രേക്ഷകരെ, CPIയുടെ സമുന്നത നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ 10 വർഷത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും 10 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ സഖാവ് നല്ലകണ്ണ് നമ്മെ വിട്ടുപോയിരിക്കുന്നു. തൊഴിലാളി വർഗ സമരങ്ങൾക്ക് വേണ്ടിയും കർഷക പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടിയും കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗിയായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിലെ അപൂർവം ജനുസുകളിൽ ഒന്നായ രാഷ്ട്രീയ നേതാവായിരുന്നു നല്ലകണ്ണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആദരം പല പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് 2022 പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹം അത് വ്യക്തിപരമായി സ്വീകരിച്ച് പാവങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പാർട്ടിയുടെ അംഗീകാരം ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, എങ്കിലും ആ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയും നദീ സംരക്ഷണത്തിന് വേണ്ടിയും മണൽ വാരലിനെതിരെയും ഭൂപരിധി നിർണയത്തിന് വേണ്ടിയുള്ള സമരങ്ങളിലുമൊക്കെ സജീവമായി പങ്കെടുക്കുകയും ഏറ്റവും ലളിത ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. യാതൊരുവിധ സാമ്പത്തിക ജീവിത സമ്പാദ്യങ്ങളുമില്ലാതെ കുടിലിൽ കഴിഞ്ഞുകൊണ്ട് സാധാരണ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിച്ച ത്യാഗിവര്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് നല്ലകണ്ണ്. കേരളത്തിലുണ്ടായിരുന്ന ആർ സുഗതനെ പോലെയോ ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്ന പന്ന്യൻ രവീന്ദ്രനെ പോലെയോ ഒക്കെയുള്ള ലളിത ജീവിതത്തിൻ്റെ, അതിനേക്കാൾ ഉപരിയായ ലളിത ജീവിതത്തിൻ്റെ ഉടമയും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകവും സത്യസന്ധതയുടെ മൂർത്തിമത് ഭാവവുമായിരുന്നു സഖാവ് നല്ലകണ്ണ്. അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.